അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഡൽഹിയിലോട്ടാണ്. 2 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡൽഹിയിലേക്ക് പോയി കൊണ്ടിരിക്കുന്ന ട്രെയിൻ കയറി ഇങ്ങനെ ഡൽഹിയിൽ പോകാനുള്ള പ്ലാനിലാണ്. ഡൽഹിയിൽ എത്തിയിട്ടാണ് അവിടുന്ന് ഉത്തരാഖണ്ഡ്, അതേപോലെ UP, അതേപോലെ നമ്മുടെ രാജസ്ഥാൻ, ഒരുപാട് പ്ലാനുകളുണ്ട്. അതൊക്കെ പോകാൻ പറ്റും എന്താണെന്നൊന്നും അറിയില്ല. ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ എല്ലായിടത്തും എത്തും. അപ്പോൾ പാട്ടിലങ്ങനെ അന്താക്ഷരി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രെയിനിൽ അടിച്ചു പൊളിച്ച് ഇങ്ങനെ ഓരോ മണിക്കൂറുകളും തള്ളി നീക്കി 46-48 മണിക്കൂറുണ്ട് നമ്മുടെ ഡൽഹി എത്താനായിട്ട്. അപ്പോൾ അതുവരെ ഓരോരോ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രെയിനിൽ എൻജോയ് ചെയ്തു. യാത്ര ഭയങ്കര മനോഹരമായിരുന്നു. ജനഗണമനൊന്നും പറ്റൂല. പാടിയതാ അതല്ല ബസ് അതല്ല ബസ് അത് തെറ്റി ഭാരതമെന്നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മൾ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. മിസ്റ്റർ പോഞ്ഞിക്കരമല്ലോ കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മലർത്തെങ്കിളി, പൈകിളി മലർത്തെങ്കിളി. നല്ല മഞ്ഞ്, മൂടൽ മഞ്ഞിലൂടെ ഒരു ഡൽഹി യാത്ര. കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പുണ്ട് ഗൈസ്. 20 ഡിഗ്രി ടെമ്പറേച്ചർ, 20 സെൽഷ്യസ്, ഡിഗ്രി അല്ല ഗൈസ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇത് മനോഹരമായ കാഴ്ചകളല്ലേ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ നമുക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. തണുപ്പ്, അവിടെ സർവൈവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി പവർ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റില്ല ഒരവസരം കൂടി. ഫുൾ അണ്ടർഗ്രൗണ്ടിലാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊതുങ്ങി കൂടി നിൽക്കാണ്ട് യാത്രകൾ ചെയ്യുക. യാത്രകളാണ് ജീവിതം. ഓരോ യാത്രയും ഓരോ എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇതുപോലുള്ള യാത്രകളൊക്കെ പോകാനായിട്ട് ശ്രമിക്കുക. സീസൺ ആയതുകൊണ്ട് AC റിസർവേഷൻ ഒന്നും
സ്ലീപ്പറിലാണ് നമ്മൾ വന്നത്. കുറച്ച് റിസ്കി ആയിരുന്നു, നല്ല കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രസമായി. പ്ലസ് ടു ഉണ്ടോ? ഹലോ, ये क्या किताब क्या है? ये बुक में क्या है? ये APJ अब्दुल कलाम वगैरह जो है ना, हाँ, जो कैसा बचपन से कैसे वो आगे गए, ओके, उसका पूरा लिखे है, पूरा एक एक स्टोरी है उसमें। प्रतिभा विकास, जो छोटे छोटे APJ अब्दुल कलाम, हाँ, बहुत है इसमें। स्वामी विवेकानंद, बाद में कल्पना चावला, वो अंतरालवीर है ना। हाँ हाँ, उसका सारा जो लोगों का स्टोरी है इसमें। अच्छा, वही पढ़ रहे हो आप? अच्छा, ठीक है. അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ വന്നിരുന്നതാണ്. അപ്പോൾ ആളുടെ വേഷമൊക്കെ കണ്ടപ്പോൾ നല്ല പ്രായമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നീച്ചു പോകണമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ അവരുടെ കഥകളൊക്കെ പറഞ്ഞന്ന് അങ്ങനെ യാത്ര കൊണ്ട് തുടർന്നു. ഒരു മണിക്കൂറിന് ശേഷം ഇനിയും വരും ചായ കാപ്പി ഇത് തന്നെയായിരുന്നു. ഉറങ്ങാൻ പോലും കുറച്ച് തൽക്കാലം ബിസ്ക്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ബാഗ് തുറന്നേ.
അങ്ങനെ നമ്മൾ 2 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഡൽഹി എത്തി. ഡൽഹിയിൽ നല്ല തണുപ്പാണിപ്പം. അപ്പം നമ്മൾ വരും ദിവസങ്ങളിൽ ആഗ്ര, അതേപോലെ ഉത്തരാഖണ്ഡ്, അതേപോലെ രാജസ്ഥാൻ എന്നുള്ള വ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വരും ദിവസങ്ങളിലെ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നേരെയാണ് ഉത്തരാഖണ്ഡിലേക്കാണ് പോകുന്നത്, അവിടുത്തെ കാഴ്ച. അപ്പോൾ വരും ദിവസങ്ങളിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ലോഗുകളുണ്ടാകും. അപ്പോൾ സൈനിങ് ഓഫ്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.